എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 14 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 14 1 മുതൽ 5 വരെ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു സാധ്യതകളുടെ പ്രഭാതം നമുക്ക് ദാനമായി ദൈവം നൽകിയിരിക്കുന്നുവല്ലോ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വരുന്ന 10 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ സ്വർഗത്തിലെ കുഞ്ഞാടിനെ കുറിച്ച് പരാമർശം അധികം കാണുന്നില്ല. രക്തസാക്ഷികളുടെ സാക്ഷ്യം, ക്രൂശീകരണം, പീഡനം, ഇങ്ങനെ ഭൂമിയിലുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. തടവിനും മരണത്തിനും വിധിക്കപ്പെടാൻ സാധ്യതയുള്ളവരായി 13-ാം അധ്യായത്തിൽ മൃഗത്തെ വന്ദിക്കാത്തവരെ ചിത്രീകരിച്ചിട്ടുണ്ട്. സാക്ഷികൾക്ക് സഹിച്ച് നിൽക്കുവാനുള്ള ആഹ്വാനത്തിൽ കൂടുതലൊന്നും ആ അധ്യായത്തിൽ കാണുന്നില്ല. എണ്ണിക്കൂടാത്ത രക്ഷിത ഗണത്തെക്കുറിച്ച് വിവരിച്ചാണ് ദൈവജനത്തിന് ആവശ്യമായ പ്രചോദനവും ധൈര്യവും ഇവിടെ യോഹന്നാൻ നൽകുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വേദഭാഗത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് വീണ്ടെടുക്കപ്പെട്ടവരെ വിവരിക്കുന്നത്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഏത് വീക്ഷണഗതിയിൽ നിന്ന് നോക്കിയാലും വീണ്ടെടുക്കപ്പെട്ട 144,000 എന്ന ദൈവജനത്തിൻ്റെ മുദ്ര തികച്ചും ദൈവികം തന്നെയാണ്. കാരണം കുഞ്ഞാടിൻ്റെ നാമവും ദൈവത്തിൻ്റെ നാമവും ഒരുമിച്ച് ചേർത്താണ് നെറ്റിയിൽ എഴുതിയിരിക്കുന്നത്. ഈ സ്വഭാവ വിശേഷം കടന്നു വരുമ്പോൾ അവരനുഭവിക്കുന്ന അനുഗ്രഹം എന്നത് വർണ്ണനാതീതമാണ്. 5-ാം വാക്യത്തിൽ അവർ കളങ്കമില്ലാത്തവർ. ഈ ഒരു പ്രസ്താവന ആദിമസഭയുടെ പ്രതിരോധ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. 14-ാം അധ്യായം മുഴുവൻ സ്വർഗീയ ആരാധനയും അതോടൊപ്പം നടക്കുന്ന വീണ്ടെടുപ്പ് പ്രക്രിയയും സൂചിപ്പിക്കുന്നു. വീണ്ടെടുപ്പ് എന്നത് ഭൂമിയിൽ നീതി നിറയുന്ന, സമത്വം കളിയാടുന്ന ഒരു പ്രക്രിയയാണ് എന്ന ധ്വനിയാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവജനത്തിന് വീണ്ടെടുക്കപ്പെട്ട അവസ്ഥ അത്യാവശ്യമായിരുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമേ ദൈവത്തെ കാണാനും അനുസരിക്കാനും ദൈവകൃപ അനുഭവിക്കാനും സാധിച്ചിരുന്നുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർക്ക് കുഞ്ഞാടിനെ കുറിച്ചുള്ള ഒരു പുതിയ ദർശനം 14-ാം അധ്യായത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. അവർ വീടുകളിലോ ഭൂഗർഭ ഗുഹകളിലോ എവിടെ കൂടിയാലും കൂട്ടങ്ങളായും നാടുകടത്തപ്പെട്ടവരായും തടവുകാരായും റോമാ സാമ്രാജ്യത്തിൽ ചിതറിക്കപ്പെട്ടവരായിരിക്കാം. ചിതറിയവരും പുറന്തള്ളപ്പെട്ടവരും പീഡിതരും ആണ് നിങ്ങൾ. എങ്കിലും നിങ്ങൾ കുഞ്ഞാടിനോടൊപ്പം സിയോനിൽ നിൽക്കുന്നവരാണ്. ഇതെത്ര വലിയ പ്രത്യാശയുള്ള വാക്കുകളാണ്.
144,000 7-ാം അധ്യായത്തിൽ ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന വലിയ കൂട്ടം പോലെയല്ല. അവർ കുഞ്ഞാടിനോടൊത്ത് ഭൂമിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു അളക്കപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്നവരാണ്. മത്സരാധികാരികൾക്ക് വിരോധമായി ദൈവം തൻ്റെ ഭരണം സ്ഥാപിക്കുകയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരണം നടത്തുവാൻ തൻ്റെ പുത്രനെ നിയമിച്ചാക്കുകയും ചെയ്യുന്ന ഇടമാണ് സിയോൻ. 2-ാം സങ്കീർത്തനത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകം 11:18 12-ാം അധ്യായത്തിലുമൊക്കെ ഇത് നമുക്ക് വായിക്കാം. ചരിത്രത്തിലെ എല്ലാ കുഴപ്പങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ രക്ഷാകരമായ സാന്നിധ്യമുള്ളിടമാണ് സിയോൻ. യുദ്ധത്തിൻ്റെ ആയുധങ്ങളെ തകർത്ത് ദൈവം നീതി സ്ഥാപിക്കുന്ന സ്ഥലവും അതുതന്നെയാണ്. സങ്കീർത്തനം 76 നമുക്കത് വായിക്കാം. ഏറ്റവും നീചരായ ശത്രുക്കൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങളെയും ദൈവത്തിനുള്ളവരായി രേഖപ്പെടുത്തുന്ന സ്ഥാനവും സിയോൻ തന്നെയാണ്. ന്യായപ്രമാണത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ജനതകൾ കൂടി വന്ന് സമാധാനം അഭ്യസിക്കുന്ന സ്ഥലവും മറ്റൊന്നുമല്ല, അതും സിയോനാണ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കാം. അവിടെ മശിഹയായ യേശു വന്ന യാതനയും മരണവും സഹിച്ചു. എന്നിട്ടും കുഞ്ഞാട് ജയിച്ചവനായി അവിടെ നിൽക്കുന്നു. കഷ്ടതയിൽ പങ്കുചേരുന്നവർ അവനോടൊപ്പം നിൽക്കുന്നതായി യോഹന്നാൻ കാണുന്നു. മൃഗത്തിൻ്റെ മുദ്രയില്ലാത്തവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതിനാൽ കഷ്ടത സഹിക്കുന്നവരും ദാരിദ്ര്യത്തിനും പീഡനത്തിനും വിധേയമാകുന്നവരും കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും നാമത്തെ സാക്ഷിക്കുകയാണ്. സൃഷ്ടിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ പ്രതിപാദിക്കുന്ന പുതിയ പാട്ട് സ്വർഗത്തിൽ നിന്നുള്ള ആരാധനയിൽ അവർ കേൾക്കുന്നുണ്ട്. എങ്കിലും അവർ തനിയെ ഇരിക്കുകയല്ല. അവർ ദൈവത്തിനും കുഞ്ഞാടിനും വേണ്ടിയുള്ള ആദ്യ ഫലങ്ങളാണ്. മനുഷ്യവർഗത്തിൻ്റെ ആകമാനമായ വിളവെടുപ്പിനെ അവർ പ്രതിനിധീകരിക്കുന്നു. മശിഹ ഭാവിയെ ആണ് അവർ പ്രതിനിധീകരിക്കുന്നത്. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്നവരാണ്. മനുഷ്യവർഗത്തിൽ ആദ്യമായി സ്വതന്ത്രരാക്കപ്പെടാൻ വാങ്ങപ്പെടുന്നത് ഇവരാണ്. അവർ യാഗമൃഗങ്ങളെ പോലെ ഉള്ളവർ, ഊനമറ്റവരും സത്യസന്ധരുമാകയാൽ അപരോന്മുഖമായ പ്രാതിനിധ്യം വഹിക്കാൻ അവർക്ക് കഴിയുന്നു. അവരുടെ വായിൽ കപടമൊന്നും കാണാൻ കഴിയാത്തതിനാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 9 കഷ്ടപ്പെടുന്ന ദാസനെ പോലെ ആയിരിക്കാൻ അവർക്ക് സാധിക്കും. അവർ സ്ത്രീകളാൽ മലിനപ്പെടാത്തവരാകയാൽ ഈ ധർമ്മത്തിന് തങ്ങളെ തന്നെ യോഗ്യരാക്കിയിരിക്കുന്നു. ഈ 144,000 പേരും കന്യാവ്രതക്കാരും പുരുഷന്മാരുമാണ് എന്ന് യോഹന്നാൻ പറയുകയല്ല. വിശുദ്ധന്മാരുടെ വിശ്വസ്തതയ്ക്കുള്ള പ്രതീകമാണ് സ്ത്രീകളാൽ മലിനപ്പെടാത്തവർ എന്ന പ്രയോഗം. അവർ മൃഗത്തിൻ്റെ ആകർഷണങ്ങളാൽ പ്രലോഭിതരായി മറ്റ് തെറ്റ് ചെയ്യാത്തവരും നിലനിൽക്കുന്ന അധികാരങ്ങൾക്ക് തങ്ങളെ തന്നെ വിൽക്കാത്തവരുമാണ്. കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം മരണത്തിൻ്റെ പാതയിൽ പോലും അവനെ അവർ അനുഗമിക്കുന്നു. അധികാരത്തിന് വിഗ്രഹാരാധന നടത്തുന്നത് പരസംഗമായി വിശുദ്ധ വേദപുസ്തകം പലപ്പോഴും പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് മാലിന്യപ്പെടാത്തവരെന്ന ഒരു പുതിയ നാമമാണ് കുഞ്ഞാടിനോട് കൂടെ നടക്കുന്നവർക്ക് ലഭിക്കുന്നത്. കഷ്ടതയുടെ തീച്ചൂളകൾ, പീഡനങ്ങൾ, കാഠിന്യം നിറഞ്ഞ അനുഭവങ്ങൾ, അതിൻ്റെ മധ്യത്തിൽ കളങ്കപ്പെടാത്തവരായി നിൽക്കുന്നവരെ കുഞ്ഞാടിനോട് കൂടെ നടക്കുന്നവരായി പരിഗണിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രതിഫലം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നു. യോഹന്നാന്റെ ദർശനം കാലികമായ സഭയ്ക്കും നമുക്കെല്ലാവർക്കും ഒരുപോലെ സംഗതമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായ വഴിയിൽ മാലിന്യമേൽക്കാത്തവരായി കാത്തു സൂക്ഷിക്കാൻ
ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും അതിനുള്ള ഊർജവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഇന്ന് കേരള ജനത വളരെ ശാന്തമായും സമാധാനപരമായും അതിനെ സമീപിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ആവശ്യങ്ങളോടും ഭാരങ്ങളോടും അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിൻ്റെ വർഷങ്ങൾ കർത്താവ് ദാനം ചെയ്യണമേ. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.